നമസ്തേ. അറിവിൻ്റെ അനുഭൂതിയുടെ ഈ ദിവ്യമായ യാത്രയിലേക്ക് എല്ലാ നല്ലവരായ ആത്മമിത്രങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. അറിവ് പറയാൻ മാത്രമുള്ളതല്ല, അറിവ് കേൾക്കാൻ മാത്രമുള്ളതല്ല, അത് അനുഭവമായി ജീവിതമാകാൻ കൂടിയുള്ളതാണ്. അതിനെയാണ് യഥാർത്ഥമായ ജ്ഞാനം എന്ന് പറയുന്നത്, യഥാർത്ഥമായ അറിവെന്ന് പറയുന്നത്. അറിവ് ജീവിതമാകുമ്പോഴേ നമ്മുടെ ജീവിതം പ്രകാശിതമാകൂ. അങ്ങനൊരു പ്രകാശമാനമായ ലോകത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ടാണ് നമ്മെ ഭാരതീയർ എന്ന് പറയുന്നത്. ഭാരതം എന്നാൽ ഭാസുരമായത് എന്നർത്ഥം. ഭാരതീയർ എന്നാൽ ആ പ്രകാശത്തിൽ രമിക്കുന്നവർ എന്നർത്ഥം. നമുക്ക് വീണ്ടും തിരികെ നടക്കേണ്ടതുണ്ട്. അനുഭവമാകുന്ന അറിവിൻ്റെ പടികൾ നമുക്ക് പതുക്കെ പതുക്കെ ചവിട്ടിക്കയറണം. ഒരർത്ഥതലത്തിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു തലത്തിൽ നമ്മൾ താഴോട്ടിറങ്ങിയിട്ടുണ്ട്. ഈ ജീവിതക്രമത്തെ ബാലൻസ് നമുക്ക് ചെയ്തേ മതിയാകൂ. അനുഭവം കൊണ്ട് അർത്ഥശൂന്യമായ ഒരു തലമുറയ്ക്ക് നമ്മൾ ഇനി ജന്മം കൊടുക്കരുത്. അനുഭവിക്കാനുള്ള ജീവിതത്തിൻ്റെ മനോഹാരിതയെ തല്ലിക്കെടുത്തുന്ന സംസ്കാരത്തിൽ നിന്ന് നമുക്ക് പതുക്കെ പിന്നോക്കം തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനു വേണ്ട അനുഭവത്തെ നമുക്ക് സ്വയം സമ്പന്നമാക്കേണ്ടതുണ്ട്. മെഡിറ്റേഷൻ കെയർ എന്ന ഈ പ്രോഗ്രാം കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ അറിവിൻ്റെ അനുഭൂതിയിലേക്ക് യാത്ര ചെയ്യുവാനും അത് ജീവിതമാക്കാനുമുള്ള പദ്ധതിയാണ് ആവിഷ്കാരം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ദിവ്യമായ അനുഭൂതിയുടെ യാത്ര, ഈ മെഡിറ്റേഷൻ നമുക്കിന്ന് സമാരംഭം കുറിക്കാം. ചില നിർദ്ദേശങ്ങളുണ്ട്. മെഡിറ്റേഷൻ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നൊരു സമയം കഴിയുന്നതും പ്രഭാതത്തിലെ ആയിരുന്നാൽ വളരെ നല്ലത്. അതല്ല എങ്കിൽ സ്വസ്ഥമായൊരു സമയം തിരഞ്ഞെടുക്കൂ. 10 മിനിറ്റ് സ്വസ്ഥമായി ശാന്തമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ആസനത്തിൽ ഇരിക്കൂ. എങ്ങനെ ഇരിക്കണം എന്നില്ല, പക്ഷേ ശരീരത്തെ ചലിപ്പിക്കാതെ നിശ്ചലമായ അവസ്ഥയിൽ ശരീരത്തെ ഇരുത്താൻ പറ്റുന്ന വിധത്തിൽ ഇരിക്കൂ. ശബ്ദത്തെ ക്രമീകരിക്കൂ. ആവശ്യമുള്ള ശബ്ദത്തിൽ വളരെ നേർമതയോടെ ക്രമീകരിക്കൂ. ഇയർഫോൺ കണക്റ്റ് ചെയ്യൂ. ഒപ്പം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ കേൾക്കുന്നതിനോടൊപ്പം അത് അനുഭവിക്കാൻ കൂടി പരിശ്രമിക്കൂ. മനസ്സിനെ വിഷ്വലൈസേഷൻ പവറിലൂടെ അതിനെ ചിത്രങ്ങൾ മെനഞ്ഞെടുത്ത് ആ ചിത്രങ്ങളായി മാറി അതനുഭവിക്കൂ. ശ്രദ്ധയോടെ ഇരിക്കൂ. ഞാൻ എൻ്റെ ഈ ശരീരത്തെ സ്വസ്ഥമാക്കി വച്ചിരിക്കുന്നതായി ഞാൻ നിരീക്ഷിക്കുന്നു. ശിരസ് മുതൽ താഴോട്ട്, ശിരസ്, കഴുത്തിൻ ഭാഗം, ഇരുത്തോളിൽ ഭാഗം, ഇരുകൈകൾ, നെഞ്ചിൻ ഭാഗത്തോട് താഴോട്ട്, വയർ, അരക്കെട്ട്, ഇരുകാലുകൾ, കാൽ വിരൽ തുമ്പ് വരെ എൻ്റെ ശ്രദ്ധയെ ശരീരത്തിലേക്ക് സന്നിവേശിപ്പിച്ച്
ശരീരത്തെ ശാന്തവും സ്വസ്ഥവുമാക്കി വച്ചിരിക്കുന്നതായി ഞാൻ അനുഭവം ചെയ്യുന്നു. ശരീരം, അതിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം സ്വച്ഛമായി ശാന്തമായി പ്രവർത്തിക്കുന്നത് ഞാൻ പതുക്കെ നിരീക്ഷിക്കുന്നു. ഹൃദയത്തിൻ്റെ താളമിടിപ്പ് ശാന്തമായ ഗതിയിൽ അതിനെ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് ഞാൻ കാണുന്നു. ശരീരം ഇപ്പോൾ പൂർണ്ണമായും സ്വസ്ഥവും ശാന്തവുമാണ്. നിശ്ചല അവസ്ഥയിലാണ് ഇപ്പോൾ ശരീരം. പൂർണ്ണമായ വിശ്രമ അവസ്ഥയിലാണ്, സമാധിയിലാണ് ഈ ശരീരം. ശരീരം ഇപ്പോൾ അതിൻ്റെ പുറംഭാഗം ഒരു സൂക്ഷ്മമായ ശരീരത്താൽ ആവരണം ചെയ്ത് ശരീരത്തിൻ്റെ ചുറ്റും സൂക്ഷ്മമായ ഒരു കാന്തിക വലയം സ്വയം അനാവരണം ചെയ്തിരിക്കുന്നതായി ഞാൻ കാണുന്നു. ഇന്നർ ബോഡി, സൂക്ഷ്മ ശരീരം, ശരീരത്തെപ്പോലെ തന്നെ ശക്തി പ്രാപിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നു. സൂക്ഷ്മ ശക്തിയായ ഒരു വെളുത്ത പ്രകാശ ശരീരം ഈ ശരീരത്തിനേക്കാൾ ഒരൽപ്പം വികസിതമായി ശരീരത്തിനോട് ചേർന്ന് കിടക്കുന്നത് ഞാൻ കാണുന്നു. എൻ്റെ സൂക്ഷ്മ ശരീരവും ഇപ്പോൾ പൂർണ്ണമായും ഭാരരഹിതമായി മാറിക്കഴിഞ്ഞതായി ഞാൻ അനുഭവിക്കുന്നു. പതുക്കെ എൻ്റെ ശ്രദ്ധയെ ശിരസിൻ്റെ ഇരുപുരിക മധ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ശിരസിനുള്ളിൽ ശരീരത്തിൽ നിന്നും വേർപെട്ട, സൂക്ഷ്മ ശരീരത്തിൽ നിന്നും വേർപെട്ട ഒരു ഊർജ ബിന്ദു സ്വരൂപത്തെ ഞാൻ കാണുന്നു. ശിരസിൽ ഹൈപ്പോതലാമസിന് തൊട്ട് താഴെയായി
അതിസൂക്ഷ്മമായ ഒരു വെള്ളി നക്ഷത്രം പോലെ ഞാൻ എന്ന പ്രതിഭാസം പ്രകാശബിന്ദു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഞാൻ കാണുന്നു, അനുഭവിക്കുന്നു. സ്വയം ഞാൻ അലൗകിക പ്രകാശബിന്ദു സ്വരൂപമാണ്. ഈ ആത്മശക്തിയാണ് വായിലൂടെ സംസാരിക്കുന്നത്. ഇതെൻ്റെ ശരീരമാണ് എന്ന്. സ്വയം ഞാൻ എന്നെ തന്നെ പരിചയപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ആത്മാവാണ് ഈ വായിലൂടെ സംസാരിക്കുന്നത്. ഞാൻ ആത്മാവാണ് ഈ കണ്ണുകളിലൂടെ കാണുന്നത്. ഞാൻ ആത്മാവാണ് ഈ ചെവി ഉപയോഗിച്ച് കേൾക്കുന്നത്. കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മങ്ങൾ ചെയ്യുന്ന ഞാൻ ആത്മാ അതിസൂക്ഷ്മമായ പ്രകാശബിന്ദു സ്വരൂപമാണ്. ഞാൻ ശരീരമല്ല, എൻ്റേതാണ് ശരീരം. ഈ തിരിച്ചറിവ് എൻ്റെ അനുഭവമാക്കി ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞാൻ സാക്ഷിരൂപത്തിൽ എന്നെ തന്നെ നിരീക്ഷിക്കുവാൻ ഞാൻ സ്വയം പ്രാപ്തനായി മാറിക്കഴിഞ്ഞതായി അനുഭവം ചെയ്യുന്നു. ഓം ശാന്തി. ഓം ശാന്തി.